ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഭാഗമാണ്. നമുക്കിത് 3-4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 ചാപ്റ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പോൾ എന്താണ്, യൂറോപ്പിനും നമ്മുടെ ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണെന്ത്, കോൺസ്റ്റന്റിനോപ്പിൾ. കോൺസ്റ്റന്റിനോപ്പിൾ തുർക്കികളാണെന്ത് പിടിച്ചടക്കിയത്. അപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നമ്മുടെ തുർക്കികളാണ്. 1453 അവർ പിടിച്ചടക്കിയത്. ഡേറ്റ് മറക്കണ്ട, ഇയർ മറക്കണ്ട, 1453. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് നമ്മുടെ പോർച്ചുഗീസുകാർ. എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നത്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ഗാമയും സംഘവും വന്ന കപ്പലുകളുടെ പേരാണ് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമുദ്രിയെയും പശ്ചിമ തീര പ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് നമ്മുടെ കുഞ്ഞാലിമരക്കാരാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തതും കുഞ്ഞാലി മൂന്നാമൻ. അപ്പം ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമനെയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. അപ്പോൾ മാനുവൽ കോട്ട സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ യൂറോപ്യന്മാരാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഇനി പോർച്ചുഗീസുടെ സംഭാവനകളാണ് എന്തൊക്കെ? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു, ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു, യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഇനി പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാണ് ഡച്ചുകാർ. ഇവർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. 1741 കന്യാകുമാരിക്കടുത്ത കുളച്ചിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ നമ്മുടെ കുളച്ചിൽ യുദ്ധം എന്നാണ്? 1741. ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. അങ്ങനെ ഈ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. അങ്ങനെ ഈ കുളച്ചിൽ യുദ്ധത്തിൽ നമ്മുടെ ഡച്ചുകാർ എന്ത് ചെയ്യാണ്? പരാജയപ്പെടുകയാണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാറൻഡീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ആരാണ്? ഹെൻറിക് വാറൻഡീഡ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് E.T. അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. കൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ K.S. മണിലാൽ. ആരാണ്? ഡോക്ടർ K.S. മണിലാൽ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അതിൻ്റെ ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരിക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പം നമ്മുടെ ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടെ മാത്രമായി? പോണ്ടിച്ചേരി, യാനം, കാരിക്കൽ, മാഹി. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പം 1600 എന്ത്, ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്ന് അനുമതി തേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട സ്ഥാപനം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ
രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പം ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നത് പ്ലാസി യുദ്ധത്തിലൂടെയാണ് 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. 1764 ബക്സർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രാവിശ്യകൾ ഒരു അവകാശം, അതായത് പ്രാവിശ്യക്കുള്ള അവകാശം നമ്മുടെ കമ്പനി സ്വന്തമാക്കി. അപ്പോൾ ബക്സർ യുദ്ധം എന്നാ ചോദിച്ചാൽ 1764 ബക്സർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങൾ അവകാശം ഈ കമ്പനി സ്വന്തമാക്കുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ റോബർട്ട് ക്ലൈവാണ്. അതായത് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അങ്ങനെ മൈസൂർ യുദ്ധം, അതായത് 4ാം മൈസൂർ യുദ്ധം എന്നാ നടക്കണമെന്ന് വെച്ചാൽ 1799 ഈ മൈസൂർ യുദ്ധത്തിലാണ് നമ്മുടെ ടിപ്പു സുൽത്താനെ കമ്പനി സൈന്യം എന്ത് ചെയ്യുന്നത്, വധിക്കുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പം 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വരുന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളാണ് നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത്. ഭൂവുടമകൾ ആയിരുന്നു സെമീന്ദാന്മാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചിരുന്നത്. ഇനി റൈറ്റ് വാലി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ റൈറ്റ് വാലി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ, ഡക്കാനിലുമാണ്. എന്നാൽ തോമസ് മാൻട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് ഈ റൈറ്റ് വാലി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇതിൽ കർഷകരെ ഭൂവുടമകളാക്കി പരിഗണിക്കുകയും ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുക്കുകയും നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ഇനി അടുത്തത് മഹൽവാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം വന്നത്. അപ്പോൾ മഹൽവാരി സമ്പ്രദായം എന്നാന്ന് ചോദിച്ചാൽ എന്താ പറയുകയാണ്, 1822 മഹൽവാരി സമ്പ്രദായം വരുന്നത്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓക്കെ, താങ്ക് യു.